മാസപ്പടി കേസിൽ SFIO നടപടികൾക്ക് സ്റ്റേയില്ല. കേസ് പഴയ ബെഞ്ചിലേക്ക് മാറ്റി ഡൽഹി ഹൈക്കോടതി. കുറ്റപത്രം നൽകിയ സാഹചര്യത്തിൽ CMRL ഹർജി നിലനിൽക്കില്ലെന്നും കോടതി. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ ടി വീണയ്ക്കെതിരെ EDയും കേസ് എടുത്തേക്കും. SFIOയിൽ നിന്നും രേഖകൾ ആവശ്യപ്പെട്ടു. കേന്ദ്രാവിഷ്കൃത വിദ്യാഭ്യാസ പദ്ധതിയായ PM ശ്രീ അംഗീകരിക്കുന്നതിൽ തീരുമാനമെടുത്തില്ല. വിശദമായ ചർച്ച വേണമെന്ന് മന്ത്രിസഭ. എതിർപ്പിന് കാരണം CPIയുടെ വിമുഖത. വിശദമായ ചർച്ചയ്ക്ക് ശേഷം വിഷയം വീണ്ടും പരിഗണിക്കും. റിപ്പോ നിരക്ക് വീണ്ടും കുറച്ച് റിസർവ് ബാങ്കിന്റെ പുതിയ പണനയം. റിപ്പോ നിരക്ക് 0.5% കുറച്ചു. ഭവന വാഹന വായ്പകൾ അടക്കമുള്ളവയുടെ പലിശ നിരക്ക് കുറയും. റിപ്പോ നിരക്ക് കുറയ്ക്കുന്നത് തുടർച്ചയായ 2ാം തവണ. തെരഞ്ഞെടുപ്പുകളിൽ ബാലറ്റ് പേപ്പർ തിരികെ കൊണ്ടുവരണമെന്ന് ആവർത്തിച്ച് കോൺഗ്രസ്. മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിൽ EVM അട്ടിമറി നടന്നുവെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ. പ്രധാനമന്ത്രിക്ക് രൂക്ഷ വിമർശനവുമായി AICC സമ്മേളനം. രാജ്യത്തെ നരേന്ദ്രമോദി വിൽക്കുമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ. കരുവന്നൂർ സഹകരണ ബാങ്കിൽ CPIMന് അക്കൗണ്ട് ഉണ്ടെന്ന് ആവർത്തിച്ച് ED. ബാങ്കിൽ CPIM തൃശൂർ ജില്ലാ കമ്മിറ്റിക്ക് അക്കൗണ്ടില്ലെന്ന K രാധാകൃഷ്ണൻ MPയുടെ വാദം തള്ളി. പാർട്ടി അക്കൗണ്ടിലൂടെ ക്രമക്കേടുകൾ നടന്നെന്നും ED. ആലപ്പുഴയിൽ 2 കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയ കേസിൽ തസ്ലിമയുടെ ഭർത്താവ് സുൽത്താൻ അറസ്റ്റിൽ. മലേഷ്യയിൽ നിന്ന് ഹൈബ്രിഡ് കഞ്ചാവ് എത്തിച്ചത് സുൽത്താൻ എന്ന് എക്സൈസ്. സുൽത്താനെ പിടികൂടിയത് ചെന്നൈ എന്നൂരിൽ നിന്ന്. IAS തർക്കത്തിൽ N പ്രശാന്ത് IASന്റെ പരാതികൾ നേരിട്ട് കേൾക്കാൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. ചീഫ് സെക്രട്ടറി നേരിട്ട് ഹിയറിംഗ് നടത്തും. ഹാജരാകാൻ ആവശ്യപ്പെട്ട് N പ്രശാന്ത് IASന് നോട്ടീസ് നൽകി. നീക്കം വകുപ്പ് തല നടപടികളിൽ പരസ്പര പഴിചാരൽ തുടരുന്നതിനിടെ. അമേരിക്ക പ്രഖ്യാപിച്ച തിരിച്ചടി തീരുവ പ്രാബല്യത്തിൽ. തീരുവ ഇന്ത്യ ഉൾപ്പെടെ 86 രാജ്യങ്ങൾക്ക്. ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് 104% അധിക തീരുവ. തീരുവ പിൻവലിക്കുന്നതിൽ 70 രാജ്യങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അറിയിച്ചുവെന്ന് വൈറ്റ് ഹൌസ്. മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ തഹൌർ റാണയെ ഉടൻ ഇന്ത്യയിൽ എത്തിക്കും. റാണയുമായുള്ള വിമാനം അമേരിക്കയിൽ നിന്ന് പുറപ്പെട്ടു. ഡൽഹിയിലെയും മുംബൈയിലെയും ജയിലുകളിൽ ഒരുക്കങ്ങൾ തുടങ്ങി. നടപടി ഇന്ത്യക്ക് കൈമാറുന്നതിനെതിരായ റാണയുടെ അപ്പീൽ US സുപ്രീം കോടതി തള്ളിയതിന് പിന്നാലെ. IPL രാജസ്ഥാൻ ഗുജറാത്ത് പോരാട്ടം. മത്സരം രാത്രി 7:30 അഹമ്മദാബാദിൽ. 3ാം ജയം ലക്ഷ്യമിട്ട് രാജസ്ഥാൻ. മികച്ച പ്രകടനം തുടരാനുറച്ച് ഗുജറാത്ത്.